കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടഞ്ഞ് പാലക്കാട് യൂത്ത് കോൺഗ്രസ് നിൽക്കുകയാണ്. ജില്ലയിൽ ഒരിടത്ത് പോലും പരിഗണിക്കാത്തതിലാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് വലിയ അമർഷമുള്ളത്. പാർട്ടിക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്നവരെ നേതൃത്വം കണ്ടില്ല എന്നാണ് വിമർശനം. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷൻ KS ജയഘോഷിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഭാരവാഹികൾ പറയുന്നു. 2021 സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ 4 യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പാലക്കാട് ജില്ലയിൽ നിന്നും മത്സരിച്ചിരുന്നു. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും പാലക്കാട് നിന്ന്. സാജിദ്, പാലക്കാട് പട്ടികയിലേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ യൂത്ത് കോൺഗ്രസിനുണ്ടാവുക സ്വാഭാവികമാണ്. കാരണം യൂത്ത് കോൺഗ്രസ് അംഗങ്ങൾക്ക് പ്രാതിനിധ്യമില്ല, പുതുമുഖങ്ങളെ കൂടി പട്ടികയിൽ കാര്യമായി പരിഗണിക്കുന്നില്ല. അതിന് കാരണം പറയുന്നത് ഇനി പുതുമുഖങ്ങളെ അവതരിപ്പിച്ച് അവരെ പരിചയപ്പെടുത്താനുള്ള സമയമില്ല എന്നുള്ളതാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിമർശനം കൂടി ഉന്നയിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. അപ്പോൾ ആ ഒരു വിമർശനം അവർ തുടരുന്നുണ്ട്. ഒരു പരസ്യ പ്രതികരണങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയോ? ജിൽസി, സോഷ്യൽ മീഡിയയിലാണ് ഇവർ കാര്യമായി പോസ്റ്റ് ഇടുന്നത്. ഫേസ്ബുക്കിലും മറ്റും ധാരാളം പോസ്റ്റുകളുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ യുവനിരയാണ് പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ മത്സരിച്ചത്. അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലായിരുന്നു. ഷാഫി പറമ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ചു. സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന P. സരിൻ, അദ്ദേഹം ഇപ്പോൾ CPFിനൊപ്പമാണ് ഉള്ളത്. ഒറ്റപ്പാലം മണ്ഡലത്തിൽ മത്സരിച്ചു. റിയാസ് മുക്കോളി എന്ന അന്നത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പട്ടാമ്പി മണ്ഡലത്തിൽ മത്സരിച്ചു. ഷൊർണൂരിൽ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന TH ഫിറോസ് ബാബു മത്സരിച്ചു. ഇങ്ങനെ 4 പ്രധാന നേതാക്കളാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. ഇത്തവണ യൂത്ത് കോൺഗ്രസിന്റെ ഒരാൾക്കും സീറ്റില്ല. ഈ മുൻ നേതാവെന്ന് പറയുന്നത് ഫെബിൻ മാത്രമാണ് ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പോയിട്ടുണ്ട്. ഈ ജയഘോഷ് എന്ന ജില്ലാ പ്രസിഡന്റിന് സീറ്റ് ലഭിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ജയഘോഷിനെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോകൾ, ജയഘോഷിനെ ഈ പോലീസ് മർദ്ദിക്കുന്ന, ലാത്തി അടിയേൽക്കുന്ന ഫോട്ടോകളെല്ലാം തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത്. ഇതിലിനി പട്ടാമ്പി, അതോടൊപ്പം തന്നെ ഷൊർണൂര്, ഒറ്റപ്പാലം സീറ്റുകളാണ് ഇനി പ്രഖ്യാപിക്കാനുള്ളത്. ഒറ്റപ്പാലത്ത് PK ശശിയാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. ഷൊർണൂരിലും യുവപ്രാതിനിധ്യം ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ പട്ടാമ്പിയിൽ TP ഷാജി ആയിരിക്കും സ്ഥാനാർത്ഥി. അതുകൊണ്ട് അവർക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിലെ പ്രതിഷേധമാണ് യുവ നേതാക്കൾ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്.